സാറേ, മഹാരാഷ്ട്രയിലെ നാസിക് TCS കമ്പനി ഒരു IT കമ്പനിയാണ്. അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ ഒരു IT കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ IT ഭീമനാണ്. ടാറ്റയുടെയാണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് TCS. അതെ. അപ്പോൾ ആ TCS നിന്ന് പുറത്തു വരുന്ന ഇപ്പോഴത്തെ ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. അതായത് ഒരു കോർപ്പറേറ്റ് ജിഹാദ് അവിടെ നടന്നു എന്ന തരത്തിലുള്ള വാർത്ത. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള കൃത്യമായ ഒരു തിരക്കഥ സാറിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിരുന്നു. അത് കഴിഞ്ഞ ആദ്യം തുടങ്ങിയപ്പോൾ ഇത് TCSന്റെ പേര് വന്നിരുന്നില്ല. ഇപ്പൊ പേര് വന്നിട്ടുണ്ട്. അതായത് 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7 ജിഹാദികളെ, മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7 പേര് അവിടുത്തെ ടീം ലീഡർമാരും എഞ്ചിനീയർമാരുമായിട്ടുള്ള ആളുകളാണ്. ഡാനിഷ് ഷെയ്ഖ്, തൗസീഫ് അത്തർ, റാസ മേമൺ, ഷാരുഖ് ഖുറേഷി, ഷാഫി ഷെയ്ഖ്, ആസിഫ് അൻസാരി, 7 പേര്. പിന്നെ അവിടുത്തെ HR മാനേജറോട് പലതവണ ഇവർ പരാതിപ്പെട്ടിരുന്നു. അപ്പോൾ HR മാനേജർ ഒരു നടപടിയും, ഈ സ്ത്രീകൾ 8 സ്ത്രീകൾ ആണ് പരാതിക്കാര്, പരാതിപ്പെട്ടിരുന്നു. അത് HR നടപടിയൊന്നും എടുത്തില്ല. അപ്പോൾ അവർ അറസ്റ്റിലേക്ക് നീങ്ങുന്നു. നിദാ ഖാൻ ആണ് HR മാനേജർ. അപ്പോൾ 8 പേരടങ്ങിയ ഒരു ജിഹാദി സംഘം ആണ്. അപ്പോൾ ഇതിൽ ഒരു വിവാഹബന്ധം വേർപിരിഞ്ഞൊരു സ്ത്രീ, അങ്ങനത്തെ ആളുകളെയൊക്കെയാണ് ഇവർ നോട്ടമിടുന്നത്. അവർക്ക് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് അവരെ ബലാത്സംഗം ചെയ്തു. അവിടെ നിന്നാണ് ഈ പരാതി തുടങ്ങുന്നത്. പിന്നെ വേറെയും 7 പേര് വരികയാണ്. ഈ അനാവശ്യമായിട്ട് സ്പർശിക്കുക, അങ്ങനത്തെ പീഡനം, പിന്നെ മതസ്പർദ്ധ ഉണ്ടാക്കുക. ഇപ്പോൾ ശിവനെ പറ്റി, ഗണേശനെ പറ്റി, ഗണപതിയെപ്പറ്റി ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അശ്ലീലം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരൊക്കെ ഇവർ ടീം ലീഡർ, എഞ്ചിനീയർമാരെന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പരാതി, ബലാത്സംഗ പരാതി പോലീസിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസ് കമ്മീഷണർ ഒരു SIT രൂപീകരിച്ചു. ഈ SITയിൽപ്പെട്ട വനിതാ പോലീസുകാർ അവിടുത്തെ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുവാദത്തോടു കൂടി അവിടെ ജോലിക്ക് ചേർന്നു. ആ വനിതാ പോലീസുകാർ ജോലിക്ക് ചേർന്നിട്ടാണ് ഈ അപമര്യാദയായിട്ട് പെരുമാറുന്ന ആളുകളെ കണ്ടുപിടിച്ചിട്ട് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇതിൻ്റെ ശരിക്കും ഉള്ളടക്കം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇത് മതം മാറ്റം കൂടി ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. നിങ്ങൾ നിസ്കരിക്കണമെന്നും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നും ഖുർആൻ വായിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇവരെയൊക്കെ മതം മാറാൻ നിർബന്ധിക്കുകയും കൂടി ചെയ്തതായിട്ട് ഈ പരാതികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കൺവെർഷൻ. അങ്ങനത്തെ ഒരു റാക്കറ്റാണത്, ജിഹാദ് റാക്കറ്റ്. അപ്പോൾ ഈ 7 പേരെ അറസ്റ്റ് ചെയ്ത ആളുകളെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. HR മാനേജറുടെ കാര്യത്തിലാണ് അത്രയും നടക്കാനുള്ളത്. അപ്പോൾ TCS കമ്പനി, ടാറ്റയുടെ മേധാവി പറഞ്ഞിട്ടുണ്ട് 0 ടോളറൻസ് ആണ് എന്ന് ഇപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട രീതിയിൽ TCS ഇത് കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തരം സംഗതികളോട് ഞങ്ങൾക്ക് 0 ടോളറൻസ് ആണ് എന്ന് ഇപ്പോൾ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥ, ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു ഉദ്യോഗസ്ഥയുമായിട്ട് അവിടെ ഈ വിവാഹബന്ധം വേർപെടുത്തിയ ഒരു ഹിന്ദു ഉദ്യോഗസ്ഥയുമായിട്ട് സഹപ്രവർത്തകൻ ഈ ബന്ധം തുടങ്ങി, ഇങ്ങനെ മുസ്ലിമായിട്ടുള്ള ആള്. എന്നിട്ട് വിവാഹ വാഗ്ദാനം കൊടുത്തു, ഇവരെ ബലാത്സംഗം ചെയ്തു. അതാണ് പരാതിയിൽ വന്നത്. പിന്നെ പരാതിയായിട്ട് 7 സ്ത്രീകളും കൂടി വരികയാണ്. വർക്ക് പ്ലേസിൽ റിലീജിയസ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ തൊഴിലിടം മതം മാറ്റത്തിന് കേന്ദ്രമാക്കി മാറ്റുന്നത്, ബലാത്സംഗത്തിന്, പീഡനത്തിന് തൊഴിലിടം കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ള പരാതി. ഇത് 2022 ഫെബ്രുവരി മുതൽ 2026 മാർച്ച് വരെയുള്ള കാലത്തെ സംഭവങ്ങളാണ്. എന്ന് പറയുമ്പോൾ 4 കൊല്ലത്തെ
സംഭവങ്ങളാണ്. ഇത് കൂടുതലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയും പേരാണ് ഇപ്പോൾ പരാതിക്ക് വന്നിരിക്കുന്നത്. ഈ മറ്റേ HR മാനേജറെ മുതിർന്ന ആളാണ്. പലതവണ പരാതിയുമായിട്ട് ഇവര് ബന്ധപ്പെട്ടിരുന്നു, പരാതിക്കാര്. പക്ഷേ HR മാനേജർ ഒത്താശ ചെയ്യുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ HR മാനേജർ ആരാന്നുള്ള വിവരം എനിക്ക് പിന്നെയാണ് കിട്ടിയത്. HR മാനേജറുടെ പേര് ആദ്യം ഈ 7 പേരുടെ കൂട്ടത്തിലില്ലായിരുന്നു. അതാണ് നിധ ഖാൻ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ അവര് ഇതിന്റെ റാക്കറ്റിന്റെ ഭാഗമാണ് എന്നുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്ത് 7 വനിതാ പോലീസ് ഈ നാസിക്കിലെ ഈ TCS കേന്ദ്രത്തില് വേറെ വേഷത്തില് എന്ന് പറഞ്ഞാൽ പോലീസ് വേഷത്തിലല്ല, ഈ ഉദ്യോഗസ്ഥകൾ എന്നുള്ള വേഷത്തില് കയറിയിട്ട് ഒരാളെ പിടികൂടുകയാണ് ഈ അപമര്യാദയായിട്ട് പെരുമാറുന്നത്. എന്നിട്ട് ആണ് മറ്റുള്ള ആളുകളെയും കൂടി പിടിക്കുന്നത്. ആ പ്രതി ഈ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നത് ഇവർ തന്നെ നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ മാത്രമല്ല 40 CCTV ഫുട്ടേജിൻ്റെ ക്ലിപ്പുകൾ, 40 CCTV ക്യാമറകൾ, അതിൽ ഫുട്ടേജ് ക്ലിപ്പുകൾ തെളിവായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. തെളിവുകൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ 8 സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് മോശമായി സ്പർശിച്ചു, അശ്ലീല കമൻറ്റുകൾ പാസാക്കി, ബോഡി ഷെയ്മിങ്, ശരീരത്തിനെ പറ്റിയൊക്കെ പലതും പറയാൻ തുടങ്ങി. പിന്നെ മാംസം നിർബന്ധിച്ച് കഴിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ സ്റ്റാക്കിങ്, എപ്പോഴും പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുക. ഇതൊക്കെയാണ് ഈ പരാതികളായിട്ട് വന്നിരിക്കുന്നത്. ഈ 7 വനിതാ പോലീസുകാര് 40 ദിവസം ഈ TCSൽ ജോലി ചെയ്തു, ഈ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി. അത് BPO ഓഫീസിലാണ് അവർ ജോലി ചെയ്തത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ ജോലി കിട്ടാനും ഒക്കെ എളുപ്പമുണ്ട്. BPO ഓഫീസിൽ അത് ഉദ്യോഗസ്ഥരുടെ അനുവാദം കൂടി ഉണ്ടെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. ഇത് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ തെളിവുണ്ടാക്കാനായിട്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞാൽ TCSന് സഹകരിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ എന്നിട്ട് ഈ സിറ്റി കമ്മീഷണർ സന്ദീപ് കാർണിക് ആണ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രമീകരണമൊക്കെ ചെയ്തത്, SIT രൂപീകരിച്ചതും ഒക്കെ. ഫെബ്രുവരി മധ്യത്തിലാണ് ഈ 7 പോലീസുകാരികൾ അവിടെ ജോലിയിൽ ചേർന്നത്. ഇപ്പോൾ ഏപ്രിലിൽ. മാർച്ച് 26-നാണ് അവർക്ക് പരാതി കിട്ടുന്നത്, പോലീസിന് ആ ബലാത്സംഗത്തിൻ്റെ പരാതി കിട്ടുന്നത്. പരാതി ചെല്ലുന്നത് ദേവ്ലാലി പോലീസ് സ്റ്റേഷനിലാണ് ഈ ബലാത്സംഗ പരാതി. അത് കഴിഞ്ഞാണ് 8 പേർ കൂടി വരുന്നത്. ഇതിൽ പരാതിക്കാരുടെ കൂട്ടത്തിൽ ഒരു പുരുഷനുമുണ്ട്, പരാതി പറഞ്ഞ കൂട്ടത്തിൽ. അത് കൺവെർഷൻ, അയാളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അയാളുടെ പരാതി. അപ്പോൾ 8 FIR പല സ്റ്റേഷനുകളായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാർച്ച് 26 മുതൽ ഏപ്രിൽ 3 വരെ ആണ് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, 8 എണ്ണം. അത് ബലാത്സംഗം, പീഡനം, സ്റ്റാക്കിംഗ്, പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നത്, പിന്നെ മോഡസ്റ്റി, അന്തസ്സിനെ, സ്ത്രീകളുടെ അന്തസ്സിനെ കെടുത്തുന്ന പെരുമാറ്റങ്ങൾ, മതസ്പർദ്ധ, ഇതൊക്കെയാണ് കേസ്. ഏപ്രിൽ 7-ാം തീയതി ആണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. 8ാമത്തെ അറസ്റ്റ് HR മാനേജർ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ട്. വേണ്ട നടപടികൾ HR മാനേജർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് HR മാനേജറുടെ ആരോപണങ്ങൾ. ഈ മീറ്റിങ്ങുകൾ പലതും നടക്കുമല്ലോ, മീറ്റിങ്ങുകൾ, പിന്നെ വർക്ക് സ്റ്റേഷൻസ് ഉണ്ടല്ലോ ഓരോരുത്തർക്ക്, അവിടെയൊക്കെ വെച്ചിട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്നതാണ് ഇത്. പിന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഈ 7 വനിതാ പോലീസ് അപ്പോഴപ്പോൾ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. ഈ സ്ത്രീകൾ, ഈ വിക്ടിംസ്, ഇരകൾ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവരാണ്, പ്രായമുള്ളവർ. അപ്പോൾ 6 പ്രതികൾ, ഈ 7 പേരിൽ 6 പ്രതികൾ ടീം ലീഡേഴ്സും എൻജിനീയേഴ്സും ആണ്. ഇവർക്ക് നല്ല ജോലി, ശമ്പളം കൂടുതൽ
ഇതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഈ പീഡനം, കൺവർഷൻ, ഇതിനൊക്കെ ശ്രമം നടന്നത്. നമസ്, അതായത് നിസ്കരിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. പിന്നെ റോസ എപ്പോഴും സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഈ വിവാഹ ബന്ധങ്ങളിൽ എന്തെങ്കിലും വിള്ളലൊക്കെ ഉള്ള ആളുകളെയൊക്കെയാണ് ഇവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത്. വസ്ത്രം, ശരീരം, ഇതിനെപ്പറ്റിയൊക്കെ കമന്റ് ചെയ്തുകൊണ്ടിരുന്നു. പുനെ ഓഫീസിൽ, TCSന്റെ പുനെയിലെ ഓഫീസിലെ ഒരു വനിതാ HR മാനേജർക്കെതിരെയും ഇങ്ങനത്തെ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുരുഷൻ, ഇതിലൊരു പുരുഷനും പരാതിക്കാരനുണ്ടല്ലോ. ആ പുരുഷൻ പറയുന്നത് അയാളെ മതം മാറ്റാൻ ശ്രമിച്ചു, മാംസം തിന്നാൻ നിർബന്ധിച്ചു. വിവാഹിതയായ സ്ത്രീയാണ് ഈ ബലാത്സംഗത്തിന് വിധേയയായത്. അപ്പോൾ കുറ്റങ്ങൾ മതസ്പർദ്ധ, ബലാത്സംഗം, പിന്നെ മാനഭംഗവും മതസ്പർദ്ധയും, ഇത്രയും കേസുകളാണ് ഈ ഞെട്ടിക്കുന്ന ഈ കോർപ്പറേറ്റ് ജിഹാദിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.